ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവം നമ്മളെ ഇന്ന് പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഈ ദിവസം നമുക്ക് ദൈവത്തോടു കൂടിയായിരിക്കാം. ആ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ശക്തമായ കോട്ടയും തണലും വഴികാട്ടിയും എല്ലാമായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സക്രിയായുടെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനം. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ദൈവമായ കർത്താവ് വളരെ വ്യക്തതയോടെ പറയുകയാണ്, നീ അനുതപിച്ച് എന്നോടൊപ്പമാണ് നീ സഞ്ചരിക്കുന്നതെങ്കിൽ, നീ എൻ്റെ അടുത്താണ് ജീവിക്കുന്നതെങ്കിൽ, ഞാൻ നിനക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള ഒരു കോട്ടയായിരിക്കും. ഒരു സ്ഥലത്തിന് ചുറ്റും അഗ്നിക്കോട്ട സൃഷ്ടിച്ചാൽ ഒരു ദുഷ്ടശക്തിക്കും ഒരു ശത്രുവിനും ആ കോട്ട തകർത്ത് നിങ്ങളെ ആക്രമിക്കുവാൻ സാധിക്കുകയില്ല. അത്രയ്ക്ക് സുരക്ഷിതമായ രീതിയിൽ ഞാൻ നിങ്ങളെ പരിപാലിക്കും എന്ന് സർവശക്തനായ ദൈവം പറയുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവവുമായിരിക്കും. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഒരാൾക്കും ഒരു ശത്രുവിനും നിങ്ങളെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾക്കൊരാപത്തും വരികയില്ല. എത്ര സ്നേഹനിധിയായ ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയും നിങ്ങളോടൊപ്പം വസിക്കുന്ന ഒരു ദൈവവും. ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ദൈവമാണ് നമ്മളെ നടത്തുന്നത്. ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. ഈ വിശ്വാസത്തോടെ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് തിരിച്ചു ചെല്ലുക. നിങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം ആ കർത്താവ് എടുത്തു മാറ്റും. നിനക്ക് എന്താണോ വേണ്ടത് ആ ദൈവം നിനക്ക് നൽകി നിന്നെ ആദരിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും കരുണയും സമൃദ്ധമായി നിങ്ങളുടെ മേലുണ്ടാകട്ടെ. കർത്താവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നു മുതൽ നമ്മൾക്ക് കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനോടൊപ്പം സഞ്ചരിക്കാം. നമ്മുടെ ദിനങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായി മാറും. ദൈവത്തിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.